14 ജില്ലകളിലെയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ജ്യോതി കൊല്ലം, അഫ്രോസ് കണ്ണൂർ, അനു മാത്യു ഇടുക്കി, രജിത തിരുവനന്തപുരം, രഞ്ജിത്താർ കോട്ടയം എന്നിവരാണ്. കേരള PSC നിയമനങ്ങൾക്ക് നിലവിലുള്ള ഉയർന്ന പ്രായപരിധി കാലോചിതമായി പരിഷ്കരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. കേരളത്തിലെ ദേശീയ പെൻഷൻ പ്രായം സർക്കാർ ഉത്തരവ് നമ്പർ 20/2013 പ്രകാരം കേരള സംസ്ഥാന സർക്കാർ സർവീസിൽ 2013 ഏപ്രിൽ 1 ശേഷം നിയമിതരായ ജീവനക്കാർക്കായി ദേശീയ പെൻഷൻ സമ്പ്രദായം നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രധാന ഉത്തരവാണിത്. ഉത്തരവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നിലവിലുണ്ടായിരുന്ന നിർവചിക്കപ്പെട്ട ആനുകൂല്യ പെൻഷൻ പദ്ധതിക്ക് പകരമായി നിർവചിക്കപ്പെട്ട വിഹിത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക എന്നതായിരുന്നു ഈ ഉത്തരവിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാന വ്യവസ്ഥകൾ: പുതിയ നിയമനം 2013 ഏപ്രിൽ 1 അതിനുശേഷമോ സംസ്ഥാന സർക്കാർ സർവീസിൽ പുതുതായി നിയമിതരായ എല്ലാ ജീവനക്കാർക്കും ഈ പദ്ധതി ബാധകമാണ്. പഴയ പെൻഷൻ നിർത്തലാക്കൽ ഈ ഉത്തരവ് പ്രാബല്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ഒരു ഒറിജിനൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിയറിങ് ഒക്ടോബർ 16 കഴിഞ്ഞു. അതിൻ്റെ ഫയൽ ഇപ്പം മുഖ്യമന്ത്രിയുടെ ടേബിളിലാണ്. അതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അതുപോലെ തന്നെ സംസ്ഥാനത്ത് 2013 ഏപ്രിൽ 1 MBS സിസ്റ്റം വന്നത്. ആ MBS സിസ്റ്റത്തിൽ നിയമിതരാകുന്ന ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പ്രായം 56 നിന്ന് 60 വയസ്സാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറിയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി 36 ഇപ്പോൾ MBS വന്നപ്പോഴും 36 ശരിക്കും 4 വർഷം ഉയർത്തേണ്ടതാണ്. അത് ഇതുവരെ ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അത് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. അങ്ങനെ ഉയർത്തിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം ഉദ്യോഗസ്ഥർക്ക്, ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാകും. അതാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സമരപരിപാടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സമരപരിപാടികളൊന്നും നമ്മൾ നടത്തുന്നില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അപേക്ഷിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണറോടും ഗവൺമെൻറ്റിനോടും മുഖ്യമന്ത്രിയോടും നമ്മൾ അപേക്ഷിക്കുകയാണ് ഇത് ചെയ്യണമെന്ന്. ഓക്കെ. ഞങ്ങൾ PSC ഏജ് ഓവർ ഗ്രൂപ്പ് എന്നാണ് ഇട്ടിരിക്കുന്നത്.